അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ പയ്യനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഡബർഗഡി എന്ന പേരിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ വീഡിയോ ക്ലിപ്പുകൾ തപ്പിക്കൊണ്ട് വന്ന് അതിനെ വളരെ രസകരമായി അവതരിപ്പിച്ച് അവസാനം വല്ലാത്ത ജാതി എന്നൊക്കെ പറയുന്ന ഒരു പയ്യനാണ്. ഞാനും ഇയാളുടെ വീഡിയോകൾ കുറേ കണ്ടിട്ടുണ്ട്, ചിരിച്ചിട്ടുമുണ്ട്. ആർക്കും ഒരു ദോഷമൊന്നുമില്ലാത്ത രീതിയിൽ വീഡിയോ ചെയ്തു പോകുന്ന ഒരു പയ്യനാണ്. പക്ഷേ ഈ പയ്യൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ ഇതൊരു വല്ലാത്ത ജാതി വീഡിയോ ആയി പോയല്ലോ എന്നെനിക്ക് തോന്നിപ്പോയി. എന്തായിരുന്നു സംഭവം? കൂട്ടുകാരെ, നമ്മളൊരു ഉസ്താദിന്റെ വല്ലാത്ത വീഡിയോ ചെയ്തിട്ടുണ്ടോ. ഉസ്താദ് പറഞ്ഞതെന്ന് വെച്ചാല് ഈ വേൾഡ് കപ്പ് ഒക്കെ നാടകാന്നാ. ഉസ്താദ് വേണമെങ്കിൽ മതം പറഞ്ഞോട്ടല്ലേ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട്. പക്ഷെ എന്തിനാണ് അറിയാത്ത കാര്യങ്ങൾ പറയണത്? ഏതാ ഉസ്താദ് എന്നറിയോ? റഹ്മത്തുള്ള കാസിമിയാണ്. റഹ്മത്തുള്ള കാസിമി എന്തിനാണ് അറിയാത്ത കാര്യം പറയുന്നത് എന്നാണ്. ഈ പയ്യന് റഹ്മത്തുള്ള കാസിമി അത്ര വലിയ പരിചയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ പയ്യൻ പറഞ്ഞൊരു വാക്ക് കേട്ടോ, ഉസ്താദ് വേണമെങ്കിൽ മതം പറഞ്ഞോട്ടെ, എന്തിനാണ് ഈ അറിയാത്ത കാര്യം എന്ന് പറയുന്നത് എന്നാണ്. എൻ്റെ മോനെ, ഉസ്താദുമാർ മതം മാത്രം പറയണം എന്ന നിർബന്ധം പിടിക്കുന്നത് എന്തിനാ? ഇത് സോഷ്യൽ മീഡിയയല്ലേ. അവർക്കറിയുന്ന കാര്യങ്ങൾ, അവർ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ആർക്കും പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലേ സോഷ്യൽ മീഡിയ. ഉസ്താദുമാർ മതം മാത്രമേ പറയാൻ പറ്റൂ എന്ന് മോൻ എന്തിനാ ഈ തിട്ടൂരിറക്കുന്നത്? നീ ചെയ്യുന്ന പണി എന്തൊക്കെയാണ്? ആരുടെയൊക്കെയോ വീഡിയോ ക്ലിപ്പുകൾ കൊണ്ടുവന്നിട്ട് നീ അത് തമാശ കലർത്തി അവതരിപ്പിക്കുന്നില്ലേ? ജനങ്ങളത് ആസ്വദിക്കുന്നില്ലേ? അവർ ചിരിക്കുന്നില്ലേ? അവർ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? അപ്പം നിനക്കിത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാണോ? അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും അവരവർക്ക് കഴിയുന്നതൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഇടമാണ് സോഷ്യൽ മീഡിയ. ഇപ്പം റഹ്മത്തുള്ള കാസിമി മതമാണ് സത്യത്തിൽ ആ പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ ഇടയിൽ വന്ന ചില പരാമർശങ്ങളുടെ ഒരു തുണ്ട് അത് മോൻ എവിടെ നിന്നോ കിട്ടിയതാണ്, അല്ലെങ്കിൽ നിനക്ക് ആരെങ്കിലും അയച്ചു തന്നതാണ്. എന്താണ് ആ റഹ്മത്തുള്ള കാസിമി പറഞ്ഞത് എന്ന് മുഴുവൻ പോലും കേൾക്കാൻ സത്യത്തിൽ നീ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി വീണത്. എന്തായാലും നീ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ, റഹ്മത്തുള്ള കാസിമിയെ പരിഹസിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ, മുസ്ലിമീങ്ങളാണ്, നിനക്കെതിരായിട്ട് കമൻ്റ് ഇട്ടു. നിന്നെ അനുകൂലിച്ചിരുന്നവർ, നിന്നെ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നവർ, നീ ഈ ചെയ്ത കാര്യം ശരിയല്ലാത്തത് കൊണ്ട് നിന്നെ എതിർത്തുകൊണ്ട് കമൻ്റ് ഇട്ടത് കൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഒരു വിശദീകരണവുമായി വന്നത്. നീ തന്നെ പറ. ഓക്കെ, ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് വന്നിട്ട് തെറി വിളിക്കാന്നേ. എന്റെ വീഡിയോയിൽ ഞാൻ ആരെയും തെറി വിളിക്കോ അല്ലെങ്കിൽ മോശമായി പറയോ ചെയ്യാറില്ല. ഇവര് വന്നിട്ട് എല്ലാ ദേഷ്യം എന്നോട് തീർക്കാട്. എങ്ങനെയാ ദേഷ്യം ഉണ്ടാകാതിരിക്കുക? നീ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ ആരെയും തെറി വിളിക്കുകയോ മോശമായിട്ട് അവതരിപ്പിക്കുകയോ ചെയ്യാറില്ല എന്ന്. ഈ പറഞ്ഞത് സത്യസന്ധമായിട്ടാണോ? ആത്മാർത്ഥമായിട്ടാണോ? എങ്ങനെയാ നീ ആ വിഷയം കൈകാര്യം ചെയ്തത്? റഹ്മത്തുള്ള കാസിമി എന്താണ് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാതെ നീ ഒരു വല്ലുമ്മയുടെ കോലം കെട്ടി വന്നിട്ട് സത്യത്തിൽ ആക്ഷേപിച്ചുകൊണ്ടല്ലേ വീഡിയോ ചെയ്തത്. അത് ശരിയല്ലാത്തത് കൊണ്ടാണ് നിനക്കെതിരെ കമൻറ്റ് വന്നത്. ഇത് സോഷ്യൽ മീഡിയയാണ്. എല്ലാവരും നീ പറയുന്നത് മുഴുവനും അംഗീകരിച്ചു കൊള്ളണമെന്ന നിർബന്ധമൊന്നും പിടിക്കരുത്. നീ പറയുന്നത് ശരിയല്ലെങ്കിൽ എതിർ കമൻറ്റുകളും വരും. അതുകൂടി ഉൾക്കൊള്ളാൻ മോൻ തയ്യാറാകണം. റഹ്മത്തുള്ള കാസിമിയെ നിനക്ക് പരിഹസിക്കാമെങ്കിൽ നിന്നെ തെറി വിളിക്കാനും നിന്നെ വിമർശിക്കാനും നിന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അവകാശമില്ലേ? അതെങ്കിലും ഒന്ന് വകവെച്ചു കൊടുക്ക്. ഇപ്പം നീ പറഞ്ഞതുപോലൊന്നുമല്ല കാര്യം. നീ ആക്ഷേപിച്ചുകൊണ്ടാണ് സത്യത്തിൽ റഹ്മത്തുള്ള കാസിമിയുടെ ആ വീഡിയോയെ റിയാക്ട് ചെയ്തത്. ഇന്നിപ്പോൾ ഫിഫ വേൾഡ് കപ്പിന്റെ സമഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാടകം മാത്രമാണ്. തനി നാടകമാണ്. ബ്രസീലാണല്ലേ, അല്ലെങ്കിൽ പോർച്ചുഗല്, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് ബ്രാച്ചുകള്. ഉസ്താദൊന്ന് നീട്ടി തോന്നി സ്പെയിൻ ജയിക്കാൻ വേണ്ടി. അപ്പൊ അർജന്റീന ജയിക്കും. വല്ലാത്തയാവും. സംഗതി വല്ലാത്തയാതിയാണ്. പക്ഷെ എന്തിനാ മോനെ ഉസ്താദ് എന്താ പറഞ്ഞത്? ആ പറഞ്ഞത് ഉസ്താദിൻ്റെ അഭിപ്രായമല്ലേ. അതിനിങ്ങനെ ഒരു വല്ലുമ്മയുടെ കോലമൊക്കെ കെട്ടി വന്നിട്ട് ഇങ്ങനെ ആക്ഷേപിക്കാൻ മാത്രം റഹ്മത്തുള്ള കാസിമി എന്തെങ്കിലും പറഞ്ഞോ? ഇതൊരു നാടകമാണ് എന്നത് കേവലം റഹ്മത്തുള്ള കാസിമിയുടെ മാത്രം അഭിപ്രായമല്ല. എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം ഈജിപ്തും അർജന്റീനയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞപ്പോൾ ഈജിപ്തിൻ്റെ കളിക്കാരും കോച്ചും ഒക്കെ പറഞ്ഞതെന്താ എന്നല്ല, പൊതുസമൂഹം എങ്ങനെയാണ് വിലയിരുത്തിയത് ആ മത്സരത്തെ? മോൻ അറിയില്ലേ? മോൻ്റെ കുപ്പായൊക്കെ കണ്ടിട്ട് നീ ഒരു അർജന്റീന ഫാനാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ റഹ്മത്തുള്ള കാസിമിയെ ബ്രാച്ചുകലാണോ അല്ല പോർച്ചുഗലാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കിയത്. മോനെ, അങ്ങനെ ഒരു ചർച്ച നമ്മുടെ ലോകത്തുണ്ട്. അതൊരു വസ്തുതയല്ലേ? ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതുമല്ല. എത്രയോ കാലങ്ങളായിട്ട് ഈ സംഭവം, ഇങ്ങനെ ഒരു അഭിപ്രായം എവിടെ നിന്നൊക്കെ പറയുന്നുണ്ടെന്നറിയോ? നമ്മുടെ ഖത്തറിലെ വേൾഡ് കപ്പ് നടന്ന സമയത്തും ഉണ്ടായിരുന്നത്. പോകട്ടെ, ഇപ്പോൾ മറഡോണ അർജന്റീനയുടെ കളിക്കാരനാണല്ലോ, അയാൾ പറഞ്ഞിട്ടില്ലേ ഫിഫ എന്നത് കേവലം ഒരു കച്ചവടം മാത്രമാണ്, അതല്ലാതെ അവിടെ മത്സരമൊന്നും നടക്കുന്നില്ല എന്നൊക്കെ. വെറുതെ ഒന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്ക്. ഇങ്ങനെ ക്ലിപ്പ് തപ്പിയെടുക്കുന്ന സമയത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുത കൂടി പഠിക്കാനും തയ്യാറാകണ്ടേ? റഹ്മത്തുള്ള കാസിമി നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അയാൾ ഒരുപാട് വായനയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊന്നും മോൻ കേൾക്കാത്തത് കൊണ്ടാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങൾ കുറവാണ്. ഇപ്പം മോൻ അറിയോ, ഈ ഇറാൻ യുദ്ധം നടന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു ക്ലിപ്പ് സമൂഹ മാധ്യമം എത്ര കൊണ്ടു നടന്നെന്നറിയോ? ഉറപ്പായിട്ടും ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടാകും എന്ന് അദ്ദേഹം പ്രസംഗിച്ച ഒരു ക്ലിപ്പ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ കാഴ്ചപ്പാടുള്ള വിഷയങ്ങളെ നന്നായി പഠിക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനും അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും എതിരു പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇപ്പം മോൻ ഇങ്ങനെ റഹ്മത്തുള്ള കാസിമി ഇതൊക്കെ ഒരു നാടകമാണ് എന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഈ ഉമ്മുമ്മാടെ കോലം കെട്ടി വന്നിട്ട് കളിയാക്കേണ്ട അത്ര വലിയ എന്തെങ്കിലും ഒരു വൃത്തികേടോ അല്ലെങ്കിൽ വിവരക്കേടോ ആണോ റഹ്മത്തുള്ള കാസിമി പറഞ്ഞത്? അപ്പോൾ പിന്നെ സ്വാഭാവികമായും ആളുകൾ കമൻ്റ് ഇടും, തെറി പറയും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന വർത്താനം പറയരുത്. എന്താണെന്നറിയോ? അതിൻ്റെ അവസാന ഭാഗത്ത് നീ പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ടാകാൻ, വർഗീയതയുണ്ടാകാൻ കാരണമായേക്കും. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എന്തിനാ മോനെ കയ്യിൽ കൊണ്ടുപോയി ആയുധം വെച്ച് കൊടുക്കുന്നത്? നീ നിൻ്റെ വല്ലാത്ത ജാതി തമാശയായിട്ട് പോയാൽ പോരെ, ഈ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണോ? പിന്നെ മാത്രല്ല ഒരുപാട് മെസ്സേജും എന്താ, നമ്മളുടെ മതത്തിനൊന്നും പറയാൻ പാടില്ല, വേണമെങ്കിൽ ഹിന്ദു മതസ്ഥരെയും വേണമെങ്കിൽ ക്രിസ്ത്യൻ മതസ്ഥരെയും പറഞ്ഞോ, അവരെ വല്ലാത്തിയാക്കിക്കോളാനൊക്കെ. ഈ പറഞ്ഞതിൻ്റെ ഗൗരവം മോൻ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ഡബ്ബർ ഗടിയോടെ ഞാൻ ചോദിക്കുന്നത്, നിനക്ക് അങ്ങനെ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജ് അയച്ചവരുടെ വിവരക്കേടാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ പോരെ? എന്തിനാണിത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നമ്മുടെ ആൾക്കാരൊന്നും പറയരുത്, ഹിന്ദുക്കളെ പറഞ്ഞോ ക്രിസ്ത്യാനികളെ പറഞ്ഞോ എന്ന് മുസ്ലിമീങ്ങൾ പറഞ്ഞു എന്ന് സമൂഹത്തോട് പറയുന്നത്? അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് മോൻ അറിയോ? ഏതെങ്കിലും വിവരം കെട്ടവൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ വിവരക്കേടാണെന്നോർത്ത് മിണ്ടാണ്ടിരിക്കണ്ടേ? അതിനുള്ള പക്വതയെങ്കിലും കാണിക്കണ്ടേ? പോകട്ടെ, അല്ല അവൻ ആ പറഞ്ഞത് തിരുത്തപ്പെടേണ്ട തെറ്റാണെങ്കിൽ ഇതാ ഇന്ന വ്യക്തി ഇത് പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ മെസ്സേജ് ഇതാ, ഇന്നതാണ് അവൻ അയച്ച മെസ്സേജ്, ഇതാണ് അവൻ്റെ പേര് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുമെങ്കിലും ചെയ്യണ്ടേ? ഇതിപ്പോൾ പ്രതിക്കൂട്ടിൽ മുസ്ലിം സമൂഹം മുഴുവനും വന്നു നിന്നില്ലേ നിൻ്റെ ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ദേഷ്യം പിടിക്കാൻ വേണ്ടി പറയുന്നതുമല്ല. നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അത് തമാശയായിട്ട് എടുക്കണമെന്നില്ല. റഹ്മത്തുള്ള കാസിമിയെ ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവർ നിന്നോട് ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്ത് പൊതുസമൂഹത്തോട് പറയണം, പറയാതിരിക്കണം എന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു പക്വത നീ കാണിക്കണം. ഇപ്പം നീ ഈ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ കാരണമാകുന്ന വാക്കുകളാണ്. ആരാ നിന്നോടത് പറഞ്ഞത്? വേണമെങ്കിൽ ഹിന്ദുക്കളെ പറഞ്ഞോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പറഞ്ഞോ, മുസ്ലിങ്ങളെ പറയരുത് എന്ന് പറഞ്ഞത് ആരാ? ഒരു യഥാർത്ഥ മുസ്ലിം അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റഹ്മത്തുള്ള കാസിമിയുടെ പ്രസംഗം കേൾക്കുന്ന ആളാണെങ്കിൽ തീരെ പറയൂല. അത് റഹ്മത്തുള്ള കാസിമിയെ മോൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന വ്യക്തിയാണ് എന്ന് സമൂഹത്തോട് പറയാൻ നിനക്ക് കഴിയണമായിരുന്നു. അത് പറയാൻ കഴിയില്ലെങ്കിൽ നീ മിണ്ടാതിരിക്കണമായിരുന്നു. ഇത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കണ വർത്താനാണ്, തമാശ കാര്യമായി മാറും.
കാര്യം പിന്നെ കൈവിട്ടു പോകും, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നീ നിന്റെ പണിയായിട്ട് നടന്നോളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അത് വേണ്ട വിധത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നാട് വല്ലാത്ത ജാതിയായി പോകും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, എന്തിലും ഏതിലും വർഗീയത കണ്ടെത്തുന്ന ആളുകളാണ്. നീ ഇവിടെ എത്രയോ മുസ്ലിമീങ്ങളുടെ മന്ത്രിച്ചൂതലിനെ അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ കളിയാക്കിയിരിക്കുന്നു. ആരെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും നിന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? പക്ഷെ ഇവിടെ ഒരാവശ്യമില്ലാത്ത പരിഹാസമായി പോയി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഉസ്താദുമാർ അവർ മതം മാത്രമേ പറയാവൂ എന്നൊന്നും വാശി പിടിക്കുകയും ചെയ്യരുത്. ഇനി റഹ്മത്തുള്ള കാസിമി എന്താണ് പറഞ്ഞത് എന്ന് നീ കേട്ടിട്ടില്ലെങ്കിൽ നീ ഒന്ന് കേട്ടോ, റഹ്മത്തുള്ള കാസിമി ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്ന്. പക്ഷെ ഇപ്പോൾ തന്നെ ആരുദിച്ച് നിൽക്കുകയാണ്? പടിഞ്ഞാറ് ഉദിച്ച് നിൽക്കുകയാണ്. പടിഞ്ഞാറിന് കിഴക്കിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയൂല. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം, ഗൗരവമായി ചിന്തിക്കണം. എല്ലാം അതിനനുസരിച്ചല്ലേ, എല്ലാം പടിഞ്ഞാറിൻ്റെ ഉദയാണ്, പടിഞ്ഞാറിൻ്റെ ഉദയം. എല്ലാം പടിഞ്ഞാറാണ്. പടിഞ്ഞാറുമായി ബന്ധപ്പെട്ടതല്ലാത്തൊരു കാര്യമില്ല, ഒന്നുമില്ല. പടിഞ്ഞാറ് നടത്തിക്കൊണ്ടിരിക്കുന്നതോ ചതിയാണ്. അത് ചതിയാണെന്ന് പോലും മനസ്സിലാവില്ല. എല്ലാം ചതിയാണ്, എല്ലാം. ഇന്നിപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ്. എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് നാടകം മാത്രമാണ്, തനി നാടകമാണിത്. അതിൻ്റെ തിരക്കഥ എന്നോ എഴുതി കഴിഞ്ഞു. ഇന്ന് രംഗവേദിയിൽ ആടുകയാണ്. ഇത് നാടകമാണ്. ഇപ്പോൾ നടക്കുന്ന നാടകമാണ്. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഒരു നാടകമാണ്. അതിൻ്റെ തിരക്കഥ എന്നോ എഴുതി കഴിഞ്ഞു. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും നാടകമാണ്. ഇതൊക്കെ നാടകമാണ് കുട്ടികളെ. ഞാൻ ഒരു വേൾഡ് കപ്പും കണ്ടിട്ടില്ല കേട്ടോ, മനസ്സിലായ? ഞാനൊരു വേൾഡ് കപ്പും കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം നാടകമാണ് ഈ പുസ്തകത്തിലുണ്ട്. എല്ലാ വിനോദങ്ങളും നാടകമാണ്, എല്ലാ കളികളും. ഒരു മത്സരവും ഇല്ല തന്നെ. മത്സരം അവസാനിച്ചിട്ട് നൂറ്റാണ്ടുകളായി. നാടകത്തിൻ്റെ നടനങ്ങളാണിതൊക്കെ, എല്ലാം നാടകമാണ്. പടിഞ്ഞാറ് നമ്മുടെ മേൽ ചെലുത്തിയ സ്വാധീനമാണത്. ഇനി കിഴക്കിനൊന്നും ചെയ്യാനോട്ട് കഴിയില്ല. ഇതിനാണ് ദജ്ജാലിസ് എന്ന് പറയാം. ഇത് ബാത്തിലാണ്. അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണിക്കുക. യുസദ്ദഖുൽ കാദിബു വയുകദ്ദബുസ് സ്വാദിഖു. മനസ്സിലാവേണ്ട പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുക. അതിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ആധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ആ സംസാരത്തിനിടയിൽ വന്ന ചെറിയ വാക്കുകളാണത്. അത് അബദ്ധമൊന്നുമല്ല. അങ്ങനെ ഒരു ചർച്ച നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന വസ്തുതയുമാണ്. പിന്നെ എന്തിനാ മോനെ ഈ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത്? എന്തായാലും നാട് കുട്ടിച്ചോറാകുന്ന രീതിയിലുള്ള വർത്താനമൊന്നും പറയരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.